അത് നമ്മൾ നിരീക്ഷകർ വന്ന് അവരോടാണല്ലോ നമുക്ക് സംസാരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം പറയട്ടെ, ആര് തന്നെ വരികയാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ളതുപോലെ തന്നെ UDF ഭരണത്തിലേറുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന ഈ ഗവൺമെൻറ് അത്തരം രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തും. ഒരു സംശയമില്ല, ആ സാധാരണക്കാർക്ക് ഒരാശ്വാസം ഉണ്ടാവുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. 102 സീറ്റുമായി UDF അധികാരത്തിലെത്തുമ്പോൾ എറണാകുളം ജില്ലയിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA ആണ് ഉമ്മ തോമസ് തൃക്കാക്കരയിൽ നിന്നും. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം, ഇരട്ടി ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. വലിയ സന്തോഷമാണ്. ജനങ്ങൾ അത്രയധികം ഈ ഭരണത്തെ വെറുക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്നെ കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എനിക്കൊരു വീഴ്ച വന്നപ്പോൾ പോലും എന്നെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തിയവരാണ് എൻ്റെ ജനങ്ങൾ. അതുകൊണ്ട് അവർ കൂടെ നിന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആര്, മന്ത്രിമാരാര് എന്നുള്ള ചർച്ച സജീവമായി കഴിഞ്ഞു. 3 പേരുകൾ, രമേശ് ചെന്നിത്തല, VD സതീശൻ, കൂടാതെ KC വേണുഗോപാൽ, 3 പേരുടെ പേരാണ് ഉയർന്നിരിക്കുന്നത്. ഇനി MLA മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് നിരീക്ഷകർ തേടുകയാണ്. എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അത് നമ്മൾ നിരീക്ഷകർ വന്ന് അവരോടാണല്ലോ നമുക്ക് സംസാരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം പറയട്ടെ, ആര് തന്നെ വരികയാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ളതുപോലെ തന്നെ UDF ഭരണത്തിലേറുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന ഈ ഗവൺമെൻറ് അത്തരം രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തും. ഒരു സംശയമില്ല, ആ സാധാരണക്കാർക്ക് ഒരാശ്വാസം ഉണ്ടാവുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തവണ KC വേണുഗോപാലിൻ്റെ പേര് ഉയർന്നു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് MLA അല്ലാത്ത ഒരാളുടെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭരണഘടനാപരമായി അതിന് യാതൊരുവിധ തെറ്റുമില്ല. അപ്പോൾ KCയുടെ പേര് ഉൾപ്പെടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MLA അല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകണം എന്നുള്ള അഭിപ്രായത്തിലൊക്കെ യോജിക്കുന്നുണ്ടോ? നമുക്ക് ഇത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശിരസാ വഹിക്കും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആര് തന്നെ തീരുമാനിക്കപ്പെടുകയാണെങ്കിലും ആ കൂടെ ഞാനുണ്ടാവും. PT യുടെ കുടുംബം എന്നും കോൺഗ്രസ് കുടുംബമാണ്. കാരണം PT തോമസ് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായി അഭിപ്രായം തുറന്നു പറയുന്ന ആളായിരുന്നു. അഭിപ്രായം നമ്മൾ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ പോരെ, ഞാനൊരു മീഡിയയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായും. മറ്റൊന്ന്, ഇനിയിപ്പോൾ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ വനിതാ മന്ത്രിമാരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വനിതാ മന്ത്രിമാരുടെ എണ്ണത്തെ കൂടുതൽ MLA മാർ ഇത്തവണ കോൺഗ്രസ്സിൽ വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വനിതാ മന്ത്രിമാരുടെ കാര്യത്തിലൊരു എണ്ണം കൂടുതൽ വേണമെന്നൊരു ആവശ്യം അങ്ങനെയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നേതൃത്വം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ശിരസാ വഹിക്കും എന്ന് തന്നെയാണ് എനിക്ക് വനിതാ മന്ത്രിയെ കാണാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് തന്നെയില്ല. നമ്മൾക്ക് പാർട്ടി പറയുന്ന ഏത് കാര്യവും ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത്തരം രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ഇന്ന് പോകും. നിരീക്ഷകരായിട്ടുള്ള കൂടിക്കാഴ്ച നാളെ പാർലമെന്ററി പാർട്ടി ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തും. എന്തായാലും ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ മുന്നിൽ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കുമെന്നുള്ളതാണ് ഉമ്മ തോമസ് MLA നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം CB ജോസഫ്, മീഡിയ 1, കൊച്ചി.